Question number 49. Light is incident on a glass surface at a polarizing angle of 57.5 degree. Then the angle between the incident ray and the refracted rays. അപ്പോൾ ഈ സിറ്റുവേഷൻ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യണം. അതായത് ഒരു ഗ്ലാസ് സർഫസിൽ ലൈറ്റ് വന്ന് പോളറൈസിങ് ആംഗിളിലാണ് വീഴുന്നതെന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പൊ ലൈറ്റ് വരുന്നു. അപ്പൊ ലൈറ്റ് വന്ന് പോളറൈസിങ് ആംഗിൾ അതിവിടെ 57.5 എന്നാണ് പറയുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് അപ്പൊ റിഫ്ലക്ഷനും ഉണ്ടാവും റിഫ്രാക്ഷനും ഉണ്ടാവും. അപ്പൊ ഞാൻ എല്ലാ റേയും ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും ഒക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് റിഫ്ലക്റ്റഡ് റേ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ, ഇതാണ് ഇൻസിഡന്റ് റേ. ഇവിടെ ഒന്നും കൂടെ കാണിക്കാം. ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് റിഫ്ലക്റ്റഡ് റേ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ. അപ്പൊ പോളറൈസിങ് ആംഗിളിൽ വന്നാണ് ഇവിടെ വീണിരിക്കുന്നത് ആശാൻ. ആര്? നമ്മുടെ ഇൻസിഡന്റ് റേ. ആ ആംഗിൾ ആണ് 57.5 എന്ന് തന്നിരിക്കുന്നത്, 57.5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 57.5 ഡിഗ്രി തന്നെ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ഇനി പോളറൈസിങ് ആംഗിൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? അത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 90 ആയിരിക്കും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന്. ഇത്ര ആംഗിൾ, ഇതാണ് ആംഗിൾ. അപ്പൊ എന്തൊക്കെയാ? 57.5 എല്ലാം കൂട്ടണം. 57.5 പ്ലസ് 57.5 പ്ലസ് 90 ഡിഗ്രി. അപ്പൊ 5 പ്ലസ് 5 10 0 1. ഇവിടെ 15 5 1 6 20 205 എന്ന് കിട്ടും. അതായത് ഈ ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ കിട്ടാൻ ഇത് മൂന്നും കൂടെ കൂട്ടണം. കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് 205 എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എന്താ? 205 ഡിഗ്രി. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 50. Two radioactive samples have decay constants of 15x and 3x. If they have the same number of nuclei initially, the ratio of number of nuclei after a time 1/6x equals. അപ്പൊ ഇവിടെ നമുക്കറിയാം ഡീകേ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് രണ്ട് റേഡിയോ ആക്റ്റീവ് സാമ്പിളിന്റെ. λ1 എന്ന് പേര് കൊടുക്കുക. ആദ്യത്തേണ്ടത് 15x ആണ്. λ2 എന്ന് പേര് കൊടുക്കാൻ രണ്ടാമത്തെ ആളുടേത് അത് 3x ആണ്. ഓക്കെ, ഇനി രണ്ടു പേർക്കും സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയ ആണ് ഇനിഷ്യലി ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന റിലേഷൻ ഏതാ? n = n0 e⁻ λt. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. n0 ആണ് ഇനിഷ്യൽ എമൗണ്ട് ഓഫ് ന്യൂക്ലിയ കാണിക്കുന്ന n0 ആണ്. ഇനിഷ്യൽ എമൗണ്ട് ഓഫ് ന്യൂക്ലിയ കാണിക്കുന്നത് n0 ആണ്. ഇനി രണ്ടുപേര് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരുടെ റേഷ്യോ എടുക്കാം. എന്താ? n1 ബൈ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, n1 ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു e⁻ λ1 ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി n2 ഈക്വൽ ടു, രണ്ടാമത്തെ കേസ് എന്താ? അതും n0 ആണ്, കാരണം അവനും തുടക്കത്തിൽ n0 എമൗണ്ട് ഓഫ് ന്യൂക്ലിയ ഉള്ളത്. e⁻ അവന്റെ ഡീകേ കോൺസ്റ്റന്റ് λ2 എന്ന് പേര് കൊടുത്താൽ ഇൻറ്റു ടി ആണ്. ഇനി ഇവരുടെ റേഷ്യോ എടുക്കാം. നമുക്ക് എന്താ കിട്ടുക? n1 ബൈ n2 ഈസ് ഈക്വൽ ടു e⁻ λ1t ഡിവൈഡഡ് ബൈ e⁻ λ2t. അപ്പൊ സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ ഞാൻ ഇവന്മാരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. കോപ്പി. ഓക്കെ, അവരിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഓരോരുത്തരെ എല്ലാവരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. λ1 എന്ന് പറഞ്ഞാൽ എന്താ? 15x ആണ്. λ2 എന്ന് പറഞ്ഞാൽ എന്താ? 3x ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ടൈം എത്ര എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടേക്ക് ടൈം t = 1/6x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്താ വരുന്നത്? n1 ബൈ n2 ഈക്വൽസ് e⁻15x ഇൻറ്റു 1/6x ഡിവൈഡഡ് ബൈ e⁻3x ഇൻറ്റു 1/6x വിച്ച് ഈസ് ഈക്വൽ ടു, ഒരേപോലൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെ എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? e⁻15/6 ഡിവൈഡഡ് ബൈ e⁻3/6 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് n1 ബൈ n2 കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. സോ n1 ബൈ n2 ഈസ് ഈക്വൽ ടു e⁻15/6 പിന്നെന്താ
into e raised to plus 3 by 6. That means e raised to minus 15 plus 3 by 6 എന്ന് ഒറ്റയടിക്ക് നമുക്ക് എഴുതാം. അപ്പൊ മൈനസ് 15 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 12 ആണ്. അപ്പൊ ഇ റേസ് ടു മൈനസ് 12 ബൈ 6 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2 എന്ന് വരും. ഇനി n1 ബൈ n2 എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായി? n1 ബൈ n2 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2 ആണ്, അല്ലെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ ഇ സ്ക്വയർ എന്ന് എഴുതാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എന്താ? 1 ബൈ ഇ സ്ക്വയർ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ. ക്വസ്റ്റ്യൻ നമ്പർ 51. A proton accelerated through a potential V has a de Broglie wavelength lambda. Then the de Broglie wavelength of an alpha particle when accelerated through the same potential V is. അപ്പോ നമുക്കറിയാം ഈ പാർട്ടിക്കിളിന്റെ കേസ് പറയുമ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് 2m QV. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ, റൂട്ട് 2m QV. അപ്പൊ ആദ്യം ഒരു പറഞ്ഞിരിക്കുന്ന പ്രോട്ടോണിന്റെ കേസാണ്. സോ ലാംഡ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു, അവർ ലാംഡ എന്നാ തന്നിരിക്കുന്നത്. അപ്പോ ലാംഡ ഓഫ് പ്രോട്ടോൺ ഞാൻ എഴുതുകയാണ്. ലാംഡ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m QV. അത് അതേപോലെ തന്നെ ഞാൻ അങ്ങ് എഴുതി. ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത് അവർ പറയുന്ന ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ കേസാണ്. ആൽഫ പാർട്ടിക്കിളിന്റെ കേസില് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 4 ടൈംസ് ദ മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. ഇനി 4m എന്ന് കൊടുക്കാം, കാരണം m ആണല്ലോ ഞാൻ പ്രോട്ടോണിന്റെ മാസ് കൊടുത്തിരിക്കുന്നത്. 4m ആണ്. ഇനി ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ചാർജ് ഓഫ് എ പ്രോട്ടോൺ ആണ്, 2q ആണ്. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ലാംഡ ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്തായിരിക്കും? എച്ച് ബൈ റൂട്ട് ഓഫ് 2m ആൽഫ ക്യു ആൽഫ ഇൻറ്റു വി. വി എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ, അത് രണ്ടുപേർക്കും സെയിം ആണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇനി നമുക്ക് ഇവർ തമ്മിലൊരു കമ്പാരിസൺ ആണ് വേണ്ടത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. അപ്പൊ എന്താ വരുന്നത്? ലാംഡ ആൽഫ ഡിവൈഡഡ് ബൈ ലാംഡ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു, റേഷ്യോ എടുക്കുകയല്ലേ, അപ്പൊ എന്താ വരുന്നത്? റൂട്ട് ഓഫ് 2m QV divided by 2 into m alpha into q alpha into v എന്ന് വരും, which is equal to root of, ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2m QV divided by ഡിനോമിനേറ്ററിൽ 2 into ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 4 ടൈംസ് മാസ് ഓഫ് എ പ്രോട്ടോൺ ആണ്, 4m ആണ്. ചാർജ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ചാർജ് ആണ്, ഇൻറ്റു വി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരേപോലുള്ള ആൾക്കാരെ കട്ട് ചെയ്യാം. എന്താണ്? ഇവിടെ എം ഉണ്ട്, ഇവിടെ എം ഉണ്ട്, ഇവിടെ ക്യൂ ഉണ്ട്, ഇവിടെ ക്യൂ ഉണ്ട്, ഇവിടെ വി ഉണ്ട്, ഇവിടെ വി ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും നോക്കിയേ? റൂട്ട് ഓഫ് 1/8 എന്ന് കിട്ടും. അതായത് ലാംഡ ആൽഫ ബൈ ലാംഡ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/8 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ലാംഡ ആൽഫ ഈക്വൽസ് ലാംഡ പി ഡിവൈഡഡ് ബൈ റൂട്ട് 8 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ പി എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ലാംഡ എന്നാ തന്നിരിക്കുന്നത്. ലാംഡ പി ഈക്വൽ ടു ലാംഡ ഗിവൺ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിരിക്കുന്നത്. സോ ലാംഡ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 into 2 എന്ന് എഴുതാമല്ലോ 8-നെ, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 root 2. അപ്പൊ ആൽഫ പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത് എത്രയാ? ലാംഡ ബൈ 2 root 2 ആയിരിക്കും. അപ്പൊ ഏത് ചോയ്സാ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ചോയ്സ്. Question number 52. A system consisting of two masses connected by a massless rod lies along x-axis. A 0.4 kilogram mass is at a distance of x equal to 2 meter, while a 0.6 kilogram mass is at a distance of x equal to 7 meter. The x-coordinate of the center of mass is. അപ്പൊ ഇവിടെ x-axis ഒക്കെ റെഫർ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു x-axis അങ്ങോട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഇവിടെയാണ് x ഈക്വൽ ടു 0, x ഈക്വൽ ടു 0 ഒറിജിൻ. ഇനി ഒരു 0.4 kg മാസ് ഇരിക്കുന്ന x ഈക്വൽ ടു 2-ലാണെന്ന് പറയുന്നുണ്ട്. x ഈക്വൽ ടു 2-ല് ഒരു എന്തിരിക്കുന്നുണ്ട്? ഒരു 0.4 kg മാസ് ഇരിപ്പുണ്ട്, ഒരു 0.4 kg മാസ്.
ഇനി x ഈക്വൽ ടു 0.7 അല്ല x ഈക്വൽ ടു 7 മറ്റൊരു മാസ് ഇരിപ്പുണ്ട്. അതേതാ? ഒരു 0.6 kg മാസ് ഇരിപ്പുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇത് 0.4 kg മാസ്, അതിന് M1 എന്ന് പേര് കൊടുക്കാം. അടുത്തത് M2, അത് 0.6 kg മാസ് ആണ്. ഇവരിയ്ക്കുന്ന പൊസിഷനും തന്നിട്ടുണ്ട് എക്സ് ആക്സിസിൽ. ഇവരുടെ സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ സെന്റർ ഓഫ് മാസിന്റെ റിലേഷൻ എന്താ? എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പൊ എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? 0.4 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്, പ്ലസ് 0.6 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 0.4 പ്ലസ് 0.6. അപ്പൊ എത്ര കിട്ടും? 0.8 പ്ലസ് 0.6 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എന്താ? 4.2 ആണ്, ഡിവൈഡഡ് ബൈ 0.4 പ്ലസ് 0.6 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 4.2 പ്ലസ് 0.8 എന്ന് പറഞ്ഞാൽ എന്താ? 5 ആണ്. അപ്പോൾ 5 മീറ്റർ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 53. A hot liquid is filled in a container and kept in a room temperature of 25 degrees Celsius. The liquid emits heat at the rate of 200 joules per second when its temperature is 75 degrees Celsius. When the temperature of the liquid becomes 40 degrees Celsius, rate of heat loss is. അപ്പോൾ ഇത് നമ്മൾ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യേണ്ട പ്രോബ്ലം ആണ്. അപ്പൊ ന്യൂട്ടൺസ് ലോ എന്താ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് കൂളിംഗ് ഓഫ് എ ഹോട്ട് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദി ബോഡി ആൻഡ് ദി സറൗണ്ടിങ്സ് പ്രൊവൈഡഡ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് സ്മോൾ എന്നാണ്. ഇവിടെ ഇപ്പോ റൂം ടെമ്പറേച്ചർ അവർ തന്നിട്ടുണ്ട്, അത് T0. കാരണം കണ്ടെയ്നറിനകത്ത് ഹോട്ട് ലിക്വിഡ് ഉണ്ട്, ആ കണ്ടെയ്നർ കൊണ്ടുവച്ചിരിക്കുന്ന റൂമിന്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ T0 കൊണ്ടാണ് നമ്മൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ ഡിനോട്ട് ചെയ്യുന്നത്. സോ T0 ഈക്വൽ ടു 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ. ഓക്കെ, ഇനി രണ്ട് കേസ് പറഞ്ഞു. ലിക്വിഡ് എമിറ്റ്സ് ഹീറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 200 ജൂൾസ് പെർ സെക്കൻഡ് വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ഈ 75 ഡിഗ്രി സെൽഷ്യസ്. ഈ കണ്ടെയ്നറിനകത്തിരിക്കുന്ന ലിക്വിഡിന്റെ ടെമ്പറേച്ചർ 75 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ അത് ഹീറ്റ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 200 ജൂൾസ് പെർ സെക്കൻഡ് എന്നാ പറയുന്നത്. അപ്പോ നമുക്ക് ഇങ്ങനെ എടുക്കാം. ആദ്യത്തെ കേസ് മൈനസ് dq/dt മൈനസ് dq/dt ഇനിഷ്യലി അല്ലെങ്കിൽ ഫസ്റ്റ് കേസ് എന്നുള്ള രീതിയിൽ എടുക്കാം. 1 അത് അവർ തന്നിട്ടുണ്ട് 200 ജൂൾസ് പെർ സെക്കൻഡ് ആണ്. ഇനി രണ്ടാമത് അതിന്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആയപ്പം ഹീറ്റ് ലോസ് എത്ര റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോ മൈനസ് dq/dt സെക്കൻഡ് കേസിൽ ഇതാ അവർ ചോദിക്കുന്നത്. സെക്കൻഡ് കേസ് അവർ ചോദിക്കും, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മളിവിടെ ജനറൽ റിലേഷൻ ഇവിടെ എഴുതി കഴിഞ്ഞല്ലോ, ന്യൂട്ടൺസ് ലോ എഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഇവിടെ റേഷ്യോ എടുക്കാം. അപ്പൊ എന്താ വരുന്നത് നോക്കിയേ, ഇങ്ങനെ എഴുതാം. minus dq/dt in the second case divided by minus dq/dt in the first case equals, നമുക്കറിയാം എന്താ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലേ എടുക്കുന്നത്. സെക്കൻഡ് കേസിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താ? 40 മൈനസ് 25 ആണ്. 40 മൈനസ് 25 T മൈനസ് T0 എന്നല്ലേ പറയുന്നത്. സെക്കൻഡ് കേസിൽ ബോഡിയുടെ ടെമ്പറേച്ചർ 14, സറൗണ്ടിങ്ങിന്റെ ടെമ്പറേച്ചർ 25 ആണ്. ഫസ്റ്റ് കേസിൽ എന്താ? ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാ? 75 ഡിഗ്രി സെൽഷ്യസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ 75 മൈനസ് 25. ഇനി നമുക്ക് വേണ്ട മൈനസ് dq/dt 2 ആണ്, സെക്കൻഡ് കേസിലെ വേണ്ടത്. സോ മൈനസ് ഓഫ് dq/dt ഇൻ ദി സെക്കൻഡ് കേസ് ഈക്വൽസ് ഈ മൈനസ് dq/dt ഇൻ ദ ഫസ്റ്റ് കേസ് നമുക്ക് അവർ തന്നിട്ടുണ്ട്. എത്രയാ തന്നിരിക്കുന്ന വാല്യൂ? 200 ജൂൾസ് പെർ സെക്കൻഡ് എന്നാണ്. 200 ജൂൾസ് പെർ സെക്കൻഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോ 200 ഇൻറ്റു 40 മൈനസ് 25 ഡിവൈഡഡ് ബൈ 75 മൈനസ് 25 വിച്ച് ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു ഇത് എത്രയാ? 15 ആണ് അല്ലെ? 40 മൈനസ് 25 എന്ന് പറഞ്ഞാൽ എത്രയാ? 15 ആണ്. 75 മൈനസ് 25 എന്ന് പറഞ്ഞാൽ എന്താ? 50 ആണ്. ഇപ്പൊ 0 0 ഇവിടെ 4
അപ്പോൾ 15 into 4 60 joules per second ആണ് ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസിൽ. ഇപ്പൊ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. 60 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 54. If quantity of heat 1163.4 joules is supplied to 1 mole of a nitrogen gas at room temperature at constant pressure, then the rise in temperature is. അപ്പൊ നമുക്കറിയാം കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനാ പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് Q is equal to N into Cp into delta T എന്ന് പഠിച്ചിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ കൊടുത്ത ഹീറ്റ് എത്രയാ? 1163.4 ജൂൾസ് ആണ്. 1 മോൾ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നുണ്ട്. സോ 1 ഇൻറ്റു Cp. ഇവിടെ Cp എന്ന് പറഞ്ഞാൽ ഈ നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഡയറ്റോമിക് അല്ലേ? അപ്പൊ Cpയുടെ വാല്യൂ എന്താ? 7/2 R ആണ്. സോ 7/2 R ഇൻറ്റു ഡെൽറ്റ ടി. ആറിന്റെ വാല്യൂ എല്ലാവർക്കും അറിയാം എന്താ? 8.314 ജൂൾസ് പെർ മോൾ കെൽവിൻ ആണ്. ശരിയല്ലേ? അപ്പോ നമുക്ക് ഡെൽറ്റ ടി ആണ് വേണ്ടത്. അപ്പൊ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? സോ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 1163.4 into 2 divided by 7 into 8.314. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എത്രയെന്ന് അറിയാമോ? 40 എന്ന് വരും. അപ്പൊ 40 കെൽവിൻ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഇ, 40 കെൽവിൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55. Whenever a magnet is moved either towards or away from a conducting coil, an EMF is induced, the magnitude of which is independent of. അപ്പൊ നമുക്കറിയാം പാരഡൈസ് ലോ എന്താ? E is equal to minus d∅/dt എന്നാണ്. ശരിയല്ലേ? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? B into A ആണ്. അപ്പോ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് B യെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, A യെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഫൈ ഈസ് ഈക്വൾ നമ്മൾ N into B into A എന്നാണ്. ഇവിടെ ഞാൻ B into A എന്ന് എഴുതിയിട്ടുള്ളൂ, എങ്കിലും എന്നും ഉണ്ട്. നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇൻഡിപെൻഡന്റ് ഓഫ് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ചോയ്സ് ആയിട്ട് നോക്കാം. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇൻഡ്യൂസ്ഡ് EMF. കാരണം ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്ലക്സ് B യെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഡിപ്പെൻഡന്റ് ആണ്. ദ സ്പീഡ് വിത്ത് വിച്ച് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ്, അതും ഡിപ്പെൻഡന്റ് ആണ്. കാരണം നമ്മൾ മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന അനുസരിച്ചാണ് d∅/dt ആണ്, സമയത്തിനനുസരിച്ചുള്ള വ്യത്യാസമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ, ഈ എഴുതിയ എക്സ്പ്രഷനിൽ എവിടെയെങ്കിലും റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ വന്നോ? ഇല്ല. അപ്പോ ഇതാണ് നമ്മുടെ ആൻസർ. റെസിസ്റ്റൻസ് ഓഫ് കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കോയിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ ഇക്വേഷനകത്ത് B into A ഉണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 56. ദ ന്യൂക്ലിയസ് ഓഫ് carbon 12 absorbs an energetic neutron and emits a beta particle. The resulting nucleus is. അപ്പൊ ആ റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാർബൺ ഇവിടെ ഉണ്ട്, ഒരു നൈട്രജൻ എനർജറ്റിക് നൈട്രജൻ അല്ല ന്യൂട്രോൺ, ഒരു ന്യൂട്രോൺ അവനെ അറ്റാക്ക് ചെയ്തു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഒരു ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണ് ബീറ്റ പാർട്ടിക്കിൾ. ഇത് ആന്റി ന്യൂട്രിനുമാണ്, ആന്റി ന്യൂട്രിനുമാണ്. ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ കേട്ടോ. അപ്പോഴേ നമുക്ക് മനസ്സിലാവും എന്താ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? നൈട്രജൻ ആണ്. N713 ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അത് അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഇക്വേഷന് രണ്ട് സൈഡിലും അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് N713 നമുക്ക് കിട്ടുന്നത് കേട്ടോ, നൈട്രജൻ. സോ ദ കറക്റ്റ് ചോയ്സ് ഈസ് N713. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ചോയ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 57. A body constrained to move in the y direction is subjected to a force of 2i cap plus 15 j cap plus 6 k cap Newton. The work done by this force in moving the body through a displacement of 10 meter along y axis is. അപ്പൊ നമുക്കറിയാം വർക്ക് ഡൺ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ F.S ആണ്. അപ്പൊ F.S എടുക്കുമ്പോൾ ഇവിടെ W ഈക്വൽ ടു ഫോഴ്സ് എത്രയാ തന്നിരിക്കുന്നത്? 2i cap പ്ലസ് 15 j cap പ്ലസ് 6 k cap ആണ്. ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലാ? y ഡയറക്ഷനിലാ. അപ്പൊ 10 into j cap. അപ്പൊ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരേ യൂണിറ്റ് വെക്ടേഴ്സിന്റെ കോഎഫിഷ്യന്റ് തമ്മിൽ മാത്രമേ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ജെ ക്യാപ്പിന്റെ ഇവിടുത്തെ കോഎഫിഷ്യന്റ് 15ഉം ഇവിടുത്തെ കോഎഫിഷ്യന്റ് 10ഉം ആണ്. അപ്പൊ F.S എടുക്കുമ്പോൾ ആൻസർ എന്താ? 15 into 10 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 150 ജൂൾ ആണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന ആക്ഷൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 58. A particle is projected with a speed v at 45 degree with the horizontal. The magnitude of angular moment of the projectile about the point of projection when the particle is at its maximum height h is. ഇപ്പോൾ ഇവിടെ പ്രൊജക്റ്റൈൽ മോഷൻ, ഒബ്ലിക് പ്രൊജക്റ്റൈൽ മോഷൻ. അപ്പൊ നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ട്രജക്ടറി ഇങ്ങനെ ആയിരിക്കും, നമുക്കറിയാം ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ പ്രൊജക്ട് ചെയ്തു 45 ഡിഗ്രി ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 45 ഡിഗ്രി ആംഗിളിൽ അവനെ പ്രൊജക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇപ്പൊ വി ആണ് അവനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സ്പീഡ്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ നമുക്കറിയാം, ഹയസ്റ്റ് പോയിന്റ് വരുമ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് വി കോസ് 45 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇവന്റെ ആംഗുലാർ മൊമെന്റ്, ഇവിടെ പാർട്ടിക്കിൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്, പാർട്ടിക്കിൾ ഇതാന്ന് വിചാരിക്കുക, എങ്ങനെ കാണിക്കാം, പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ഇവന്റെ ആംഗുലർ മൊമെന്റം എബൌട്ട് ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, ഇതാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, അതാ ചോദിച്ചിരിക്കുന്നത്, പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. അപ്പൊ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, എൽ ഈസ് ഈക്വൽ ടു എം വി ആർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു, ഇവിടെ വി നമ്മൾ ഏതെടുക്കും, വി കോസ് 45 എടുക്കണം. സോ വി കോസ് 45 ഇൻറ്റു ആർ. ആർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ നോക്കിയേ, പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്, നമ്മളിപ്പോ പാർട്ടിക്കിൾ നിൽക്കുന്ന ഈ ലെവലാണ്. അപ്പൊ അവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എച്ച് അല്ലേ, അങ്ങനെ എടുക്കേണ്ടത് കേട്ടോ, എച്ച് ആണ്. അപ്പോൾ ഇൻറ്റു എച്ച്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, എം വി എച്ച് ബൈ റൂട്ട് 2. എം വി എച്ച് ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ഇതാണ് ആംഗുലർ മൊമെന്റത്തിന്റെ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് ചോയ്സ്? ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ചോയ്സ്. Question number 59. The electrical conductivity of an intrinsic semiconductor at 0 Kelvin. 0 Kelvin ആകുമ്പോൾ എന്തായിരിക്കും, അതിന്റെ ഇറ്റ് ബിഹേവ്സ് ആസ് ആൻ ഇൻസുലേറ്റർ ആയിരിക്കും. ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ബിഹേവ്സ് ആസ് ആൻ ഇൻസുലേറ്റർ. ഇനി ഇൻസുലേറ്ററിന്റെ കേസിൽ എന്താണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്താ, 0 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ചോയ്സ് ബെസ്റ്റ് ആയിട്ട് മാച്ച് ചെയ്യിക്കാൻ പറ്റുന്ന, ഈക്വൽ ടു 0 ആണ്. 59 ആൻസർ ബി ആണ്. Question number 60. അവിടെ വോൾട്ടേജും തന്നിട്ടുണ്ട്, കറണ്ടും തന്നിട്ടുണ്ട്, പെർസെന്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് ആ ചൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്, നമുക്കിത് ഇങ്ങനെ നോക്കാം. ആർ ഈക്വൽ ടു വി ബൈ ഐ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു 100 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100, അതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പെർസെന്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് ആണ്. ഡെൽറ്റ വി ബൈ വി എന്ന് പറഞ്ഞാൽ, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ 5 ആണ്, കാരണം 100 പ്ലസ് ഓർ മൈനസ് 5 എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ 5/100 ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ എന്ന് പറഞ്ഞാൽ 0.2/10 ഇൻറ്റു 100. അപ്പൊ എന്ത് കിട്ടും മക്കളെ, 5 പ്ലസ് ഇവിടെ എത്ര വരുന്നത് 2, വിച്ച് ഈസ് ഈക്വൽ ടു 7. അപ്പൊ 7% ആണ് ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ചാപ്റ്ററിലെ കോൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.